ഹായ്, ഞാൻ ആ വർക്ക് സ്പേസിലെത്തി. വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഫോട്ടോ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 A3യും 1 A4ഉം ആണ് വാങ്ങിയത്. അപ്പോൾ അത് നല്ല പ്രിൻറ്റിങ് ഒക്കെ തുടങ്ങട്ടെ. ഇന്നലെ പ്രിൻ്ററിൻ്റെ പിന്നെ ആൾ വന്നില്ല. ഇന്നലെ പിന്നെ വിളിച്ചിട്ടുമില്ല. ഇന്നൊന്നുകൂടി വിളിച്ചു നോക്കണം. ഇനി വരുമോ എന്നറിയില്ല. വിളിച്ചാൽ ചിലപ്പോൾ വരണ്ട, ചിലപ്പോൾ വരില്ല. അങ്ങനെയാണ് ഓരോരോ ഇത്. നോക്കി നോക്കാം. അപ്പം പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ. എന്നാൽ ഇനിയിപ്പോൾ ഇന്ന് ഏതൊക്കെ ഡിസ്പാച്ച് ചെയ്യാനുള്ളതെന്ന് നോക്കിയിട്ട് അതിൻ്റെ അഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ ഒട്ടിക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ വരുമ്പോഴെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും തിന്നാൻ തോന്നിട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലേസിൻ വാങ്ങിട്ടോ. ഇത് റെഡ് ചില്ലിയുടെ ഫ്ലേവറാണ്. ഇന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ 2 കയ്യിൻ്റെ ഈ 2 സൈഡിലായിട്ട് ചെറിയ ചെറിയ കുരു ഇങ്ങനെ വന്നിട്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. ഇന്നലെ രാത്രി ഒന്നുമില്ല. ഇനി പെട്ടെന്ന് രാവിലെ പെട്ടെന്ന് വന്നതാണ്. എനിക്കിന്ന് എന്തൊക്കെയോ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പണിയുള്ള ദിവസം ഞാൻ എഴുതി വെക്കും കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. ആകുമ്പോൾ മറ്റിങ്ങനെ തലയിൽ ഇങ്ങനെ ആലോചിക്കില്ല, എന്തൊക്കെയോ ചെയ്യാണ്ടല്ലോ, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതിയിട്ട് ഇങ്ങനെ ടിക്കിട്ട് പോകുമ്പോൾ ഒരു ഇതാട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നും. ഞാനിപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ എഴുതാൻ തുടങ്ങലുണ്ട്. അപ്പോൾ അത് എഴുതി വെക്കട്ടോ കേട്ടോ, എന്തൊക്കെയാണെന്ന് ചെയ്യാനുള്ളതെന്നൊക്കെ. ഇത് സംഭവം പണ്ട് ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ എഴുതാനുള്ളതെന്നൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന കാലത്താണ് നമ്മൾ എഴുതി വെക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എഴുതി വെക്കുക. അന്ന് അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഓർമ്മയിൽ ഞാൻ ചെയ്ത് വെച്ചാലും നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് പോകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഒരു ഇതാ പണി കഴിഞ്ഞിട്ടോ. എടാ എൻ്റെ പണി കഴിഞ്ഞോ? ഫുഡ് കഴിക്കണ്ടേ? അപ്പം ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ലഞ്ച് ബിരിയാണിയാണ് കേട്ടോ, ഇന്നലത്തെ ബിരിയാണി. അപ്പം അതൊന്ന് ചൂടാക്കട്ടെ. അപ്പം അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം തീർന്നാൽ പിന്നെ നിറച്ച് വെക്കുന്ന പരിപാടി ഇല്ല അതുകൊണ്ട് അതില്ല. അപ്പം ഞാൻ പോയി വെള്ളം നിറച്ചിട്ട് വരാം. അപ്പം ഇന്നും മഴ പെയ്തിട്ടോ. അപ്പോൾ ഈവനിങ് എല്ലാ ദിവസവും മഴ തന്നെ ആയിട്ടോ. ഇന്ന് ഇനിയിപ്പോൾ ഡിസ്പാച്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മഴ നിൽക്കുമായിരിക്കും അല്ലേ. ഇപ്പം ഈവനിങ് ഒക്കെ ആയിട്ടോ, 4 മണിയൊട്ടായി. മഴ പൊതുവേ അത്ര ഇഷ്ടമാണെന്ന് വെച്ചാൽ മഴ കുഴപ്പമില്ല. നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തണുപ്പൊക്കെ വരാം. അപ്പം മഴയൊക്കെ ഇഷ്ടമാണ്, മഴ പെയ്യണല്ലോ. പക്ഷെ പൊതുവേ മഴക്കാലം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ മഴക്കാലം അങ്ങനെ എൻജോയ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ടായിരിക്കും മഴ എനിക്ക് അത്രയും കൂടി ഇഷ്ടമല്ല. നമ്മുടെ ഇടയ്ക്കൊക്കെ മഴ ഓക്കെയാണ്, പക്ഷേ അല്ലാണ്ട് ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുന്ന ഞാനൊരു റീൽസിലും കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ഇടുമ്പം കോസി വെതർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റോറി ഇടുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു മഴ കാണുമ്പോൾ എന്തോ ഒരു പേടിപ്പിക്കുന്നൊരു സാധനം പോലെ തോന്നുന്നുള്ളത്. അപ്പോൾ എനിക്കത് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുള്ള കാര്യം കേട്ടോ. എല്ലാവരും ഇങ്ങനെ മഴ ഒക്കെ പറയുമ്പോൾ ക്രേവിങ് ഫോർ ദിസ് വെതർ ആ സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് മഴ അങ്ങനെ അത്രയും കൊണ്ടൊരു താല്പര്യമില്ല. ഇങ്ങനെ മഴക്കാലം ഇങ്ങനെ മൂടി കിടക്കുന്നതേ അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇപ്പോഴും എന്താ പറയുക, വയനാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ ചുരത്തിൻ്റെ മുകളിൽ കാണുന്ന പോലെ. അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെ പോകുമ്പം മഴ ഉണ്ടെങ്കിൽ നല്ല രസമാണെന്നൊക്കെയാണ്. പക്ഷെ അല്ലാണ്ട് നമ്മളൊരു ഡെയിലി ലൈഫിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് എനിക്കൊരു അത്ര താല്പര്യം തോന്നില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ള് വെള്ളം, പുറത്തൊക്കെ ചളി, അതൊന്നും എനിക്ക് അതുകൊണ്ട് എന്തോ അത് ഇഷ്ടമല്ല അങ്ങനെ ഒരു സാധനം. അതുപോലെ മഴ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോ മൂഡായിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു സ്ഥലം ഓരോ സാഹചര്യം അനുസരിച്ചിരിക്കും തോന്നും. അപ്പോൾ എന്താ വെച്ചാൽ ചില സമയം ഞാൻ പണ്ടൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വൈകുന്നേരമൊക്കെ തന്നെ മഴക്കാർ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു മാതിരി തോന്നിയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വെയിലാണെങ്കിൽ ഈ ഒരു ഫീലൊന്നും എനിക്ക് തോന്നില്ല. വൈകുന്നേരം ഉള്ളൊരു നല്ല വെയിൽ, ആ ഒരു മൂടൊക്കെ ആകുമ്പോൾ ഒരു എനർജിയാണ്. ഒരു സമ്മർ സീസൺ പൊതുവെ ഭയങ്കര ചൂടാണ്. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ എന്താ പറയുക, ഒരു രസമാണല്ലോ. അതുപോലെ എനിക്കിഷ്ടമുള്ളൊരു ടൈമാണ് ഡിസംബർ. അതാകുമ്പോൾ എന്ന് വെച്ചാൽ പകലൊരു വെയിലും രാത്രി നല്ല തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ. ഇപ്പോൾ തണുപ്പ് പൊതുവെ കുറവാണ് ഡിസംബറിലൊന്നും. ഇപ്പോൾ അത്ര തണുപ്പില്ല. എന്നാലും എനിക്ക് ആ ഡിസംബർ, ആ ഒരു ക്രിസ്മസ് വൈബ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഓരോ സീസൺ ഓരോ ഡിപ്പെൻഡ് ആയിരിക്കുമല്ലോ. ഞാൻ ഇവിടെ ഫ്രെയിം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. ഇന്നെന്തായാലും പ്രിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേഗം ഡിസ്പാച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലേറ്റായി പോകാൻ എന്തായാലും ഒരു 6:15 ആകുമ്പോഴത്തേക്കും DTDCയിൽ 6 മണിയല്ല, ഒരു 6:30 ആകുമ്പോഴത്തേക്കും DTDCയിൽ എത്തുന്ന രീതിയിൽ ഡിസ്പാച്ച് ചെയ്യണം.
എങ്ങനെയാണ് കേട്ടോ വന്നത്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. രാവിലെ ഇടിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കംപ്ലീറ്റ്. ഈ കയ്യിലും ഉണ്ട്, പക്ഷെ ഈ കയ്യിൽ അത്ര ഇല്ലാന്ന് തോന്നുന്നു. ഈ ഉണ്ട്, മറ്റേ കയ്യിലത്. പക്ഷെ തൊടുമ്പോൾ ചെറിയൊരു വേദന ഉള്ളത്, ചൊറിയാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ചൊറിയാൻ പറ്റൂല, വേന ഉള്ളതോ വേന പോലെ. ഈ ചെറിയ കുരുവിന് ചൊറിയുമ്പോൾ ഒരു വേന പോലെ. ശരി, ചോറിനിട്ട് ഇനി ഇവിടെയൊക്കെ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ ഇരിക്കല്ലോ. എന്താ പാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവനെ പണി കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് കിടക്കണേ. ഞാൻ കാണുന്നില്ല. മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് മഴ ഇഷ്ടമാണോ അല്ലേ? ഞാനിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെ പറ്റിയുള്ളൊരു ഇതിലാണ്. വേനൽക്കാലം ഇഷ്ടമാണോ വെച്ചാൽ വെയിലാണ്, ചൂടാണ്, അതല്ലാണ്ട് വേറെ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? എനിക്ക് ഇത് വേണോ, ചായ ഒന്നും വേണ്ടല്ലോ. അല്ല, കാപ്പി വേണോ? കാപ്പി കുടിച്ചാൽ എനർജി ഉണ്ടാവുന്നതാണ്. ഉറക്കം വരുന്നത് മാറും. ഞാൻ പോയിട്ട് കോഫി ഉണ്ടാക്കട്ടെ. ഇതിപ്പോൾ പാക്ക് ചെയ്തൊരു ഫ്രെയിമാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാനും കോഫി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മൂഡ് മാറി. കോഫി ഉണ്ടാക്കാനുള്ള മൂഡ് പോയി. അപ്പോൾ അത് ഉണ്ടാക്കുന്നില്ല. എനിക്കിനി കസ്റ്റമർക്ക് 2 ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ പണി അപ്പോൾ കുട്ടീൻ്റെ അപ്പം തന്നെ പ്രിൻ്റ് ചെയ്താൽ കംപ്ലീറ്റ് പണി കഴിയുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പം അത് ചെയ്യാൻ വിചാരിച്ച്. ഇതിപ്പോൾ ഒരു ഗാലറി സെറ്റ് ഉണ്ട് കേട്ടോ, വോൾ ഗാലറി സെറ്റ്. അപ്പോൾ അതൊന്ന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പം ഇവിടെ കുറച്ച് തെർമോക്കോളിൻ്റെ ഒക്കെ പൊടി ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നാണല്ലോ പാക്ക് ചെയ്യുക. അപ്പം അവിടെ സെറ്റാക്കണേ. ഇതിൽ കൂടുതലുള്ളത് A4 ആട്ടോ. 6 A4ഉം പിന്നെ 5 A5ഉം ഒരൊറ്റ A3 ആണ്. ലാൻഡ്സ്കേപ്പ്. ഇതിനെല്ലാത്തിനും ജസ്റ്റ് ഒരു വൈറ്റ് ബോർഡർ ഇട്ടിട്ട് ചെയ്തതാണ്. അതാ കസ്റ്റമർ അങ്ങനെ വൈറ്റ് ബോർഡർ ഇടാൻ പറഞ്ഞതുകൊണ്ട് ബോർഡർ ഇട്ടിട്ട് ചെയ്തത്. അപ്പോൾ അതാ ഇങ്ങനെ കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ വന്നത്. ഇതുമ്പോൾ ഇഷ്ടമുള്ള ഡിസൈനിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ പിന്നെ നിലത്ത് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇതിൽ വെച്ചതാണ് കേട്ടോ. നിലത്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ ആക്കി വെച്ചിട്ടൊക്കെ ചെയ്യാം. പിന്നെ ഫ്രെയിംസ് ഇപ്പോൾ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 100 200 അങ്ങനെ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ആർക്കും ഇങ്ങനെ എത്ര ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഗാലറി സെറ്റ് ആയിട്ടോ ഇനി ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഒരു ഫ്രെയിം ആണെങ്കിലും അങ്ങനെ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ആർക്കും ഇങ്ങനെ ഫ്രെയിംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഇത് നമ്മൾ പാക്കിങ് കുറച്ച് നേരത്തെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി ഡിസ്പാച്ച് ചെയ്യാൻ പോട്ടെ. മഴ ഇല്ല, നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ പോകുമ്പോൾ മഴ ഉണ്ടാവില്ല വിചാരിക്കുക. ഇപ്പോൾ ആ മഴ പെയ്തിട്ട് ഇങ്ങനെ നിന്നിട്ടോ ഉള്ളൂ തോന്നുന്നു. പുറത്ത് ഇന്നലെ വെച്ച ഗാർബേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി മുകളിലോട്ട് കൊണ്ടുവയ്ക്കാനുള്ളതാണ്. 3 4 ഇവിടെ 4 എണ്ണം ഉണ്ട്. ഇവിടെ 1 ഉണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പോകുമ്പോൾ നല്ല ചെറിയ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ബ്ലോക്കിലൊക്കെ കുടുങ്ങി. ഇന്നിപ്പോൾ നല്ല നേരത്തെയാണ്, അതുകൊണ്ട് ബ്ലോക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഹൈലൈറ്റിൻ്റെ അവിടെ എത്തിയത്. പക്ഷെ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഇത്ര ബ്ലോക്കില്ല, ഇനി വരുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായി. നല്ല മഴക്കാറുണ്ട്. മഴ വെയിലേക്കില്ല നമ്മൾ എത്തുന്നവരെ. അപ്പോൾ മഴയൊന്നും കിട്ടാണ്ട് അവിടെ എത്തിട്ടോ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ മഴയൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് നേരത്തെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യണേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നാളെ കാണാം.